ഇപ്പോൾ നാം ശ്രവിച്ചുകൊണ്ടിരിക്കുന്നത് മോർണിംഗ് വോയിസ് എന്ന ആത്മീയ ശുശ്രൂഷ. ഇന്ന് ദൈവവചനത്തിൽ നിന്നും കർത്താവിൻ്റെ ദാസൻ MG രാജനാഥൻ ധ്യാനചിന്തകൾ പങ്കുവയ്ക്കുന്നു. ദൈവതിരുനാമം മഹത്വപ്പെടുവാനായിട്ടിടയാകട്ടെ. ഉൽപ്പത്തി പുസ്തകം 14-ാം അധ്യായം 16-ാമത്തെ വാക്യം. അവൻ സമ്പത്തൊക്കെയും മടക്കി കൊണ്ടുവന്നു, തൻ്റെ സഹോദരനായ ലോത്തിനെയും അവൻ്റെ സമ്പത്തിനെയും സ്ത്രീകളെയും ജനത്തെയും കൂടെ മടക്കി കൊണ്ടുവന്നു. കഴിഞ്ഞ ചില ആഴ്ചകൾ അബ്രഹാമും ലോത്തും തമ്മിൽ പിരിഞ്ഞ കാര്യമാണ് നമ്മൾ ചിന്തിച്ചത്. അബ്രഹാം ലോത്തും തമ്മിൽ സഹോദരന്മാരാണ്. അബ്രഹാമിൻ്റെ സഹോദരൻ്റെ മകനാണ് സൊദോമിൽ പാർത്തിരുന്ന ലോത്ത്. അക്കാര്യം വീണ്ടും 14-ാം അധ്യായം 12-ാം വാക്യത്തിൽ നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. എന്നാൽ അബ്രഹാം ഒരു ഭക്തനായ, ദൈവത്തിൻ്റെ ദർശനമുള്ള, ദൈവത്തെ സ്നേഹിച്ച, ദൈവത്തെ ആരാധിച്ചൊരു വ്യക്തിയായിരുന്നു. ലോത്തിനെ സംബന്ധിച്ച് അങ്ങനെയുള്ളൊരു കാഴ്ചപ്പാട് ലോത്തിനില്ലായിരുന്നു. അതുകൊണ്ട് സൊദോം ഗൊമോറ തിരഞ്ഞെടുക്കുകയും താൻ അങ്ങോട്ട് പോവുകയും ചെയ്തു. അങ്ങനെ അബ്രഹാമും ലോത്തും തമ്മിൽ പിരിഞ്ഞു. ദൈവം കാണിച്ചു കൊടുത്ത വഴിയിലൂടെ അബ്രഹാം സഞ്ചരിച്ചു. ലോത്ത് താൻ കണ്ടുപിടിച്ച ദേശത്ത് പാർക്കുകയാണ്. എന്നാൽ ഈ അബ്രഹാമിനെ സംബന്ധിച്ച് പിന്നീട് അബ്രഹാം ലോത്തിനു വേണ്ടി എന്തെങ്കിലും ചെയ്തോ, അതോ ലോത്തിനെ പൂർണ്ണമായിട്ട് ഉപേക്ഷിച്ച് കളഞ്ഞോ? നീ വലത്തോട്ടെങ്കിൽ ഞാൻ ഇടത്തോട്ട്, നീ ഇടത്തോട്ടെങ്കിൽ ഞാൻ വലത്തോട്ട് എന്ന് പറഞ്ഞ് പിരിച്ച് ആ പിരിഞ്ഞുപോയ സന്തോഷത്തിൽ അബ്രഹാം രക്ഷപ്പെട്ടു എന്നുള്ള വിചാരത്തിൽ പോയ ഒരു മനുഷ്യനാണോ? അങ്ങനെയല്ല. ഒരു ദൈവവേദന ഒരിക്കലും അങ്ങനെ ചെയ്യാനായിട്ട് കഴിയുകയില്ല. ലോത്ത് അബ്രഹാമിനെ തേടിച്ചെന്നതോ അബ്രഹാമിനെ സഹായിച്ചതോ ആയിട്ട് നാം ഒരിടത്തും വായിക്കുന്നില്ല. കാരണം ലോത്ത് ഒരു ദൈവവേദനല്ല. എന്നാൽ ഒരു ദൈവഭക്തനായ മനുഷ്യനല്ല ലോത്ത്. എന്നാൽ അബ്രഹാമിനെ സംബന്ധിച്ച് അങ്ങനെയല്ല. അബ്രഹാം ലോത്തിന് പിന്നെയും പല ഉപകാരങ്ങൾ, ലോത്തിനു വേണ്ടി പല കാര്യങ്ങൾ അബ്രഹാം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിലൊന്നാമത്തെ കാര്യം ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. ഈ 14-ാം അധ്യായത്തിൻ്റെ 14-ാമത്തെ വാക്യത്തിൽ തൻ്റെ സഹോദരനെ ബദ്ധനാക്കി കൊണ്ടുപോയെന്ന് അബ്രഹാം കേട്ടപ്പോൾ അവൻ തൻ്റെ വീട്ടിൽ ജനിച്ചവരും അഭ്യാസികളുമായ 318 പേരെ കൂട്ടിക്കൊണ്ട് ദാൻ വരെ പിന്തുടർന്ന് രാത്രിയിൽ അവനും അവൻ്റെ ദാസന്മാരും അവരുടെ നേരെ ഭാഗമായി പിരിഞ്ഞ് എന്ന് അവരെ തോൽപ്പിച്ച് ദമ്മശേക്കിൻ്റെ ഇടത്തുഭാഗത്തുള്ള ഹോബാ വരെ അവരെ പിന്തുടർന്നു. അവൻ സമ്പത്തൊക്കെയും മടക്കിക്കൊണ്ടുവന്നു, തൻ്റെ സഹോദരനായ ലോത്തിനെയും അവൻ്റെ സമ്പത്തിനെയും സ്ത്രീകളെയും ജനത്തെയും കൂടെ മടക്കിക്കൊണ്ടുവന്നു. നോക്കണം, ലോത്ത് സൊദോം ഗൊമോറയിൽ സുഖമായി പാർക്കുകയാണ്. പക്ഷെ ആ പാർപ്പത്ര സന്തോഷം നൽകിയില്ല ലോത്തിനെ സംബന്ധിച്ച്. കാരണം 4 രാജാക്കന്മാർ വന്ന ദേശത്തെ ആക്രമിക്കുകയും, അവിടെ വായിക്കുന്നത് 4 രാജാക്കന്മാർ 5 രാജാക്കന്മാരെ ആക്രമിച്ചു. സൊദോം ഗൊമോറയിലെ രാജാവും മരണപ്പെടുവാനായിട്ടിടയായി. അപ്പോൾ 10-ാം വാക്യത്തിൽ സിദ്ദീൻ താഴ്വരയിൽ കീൽക്കുഴികൾ വളരെ ഉണ്ടായിരുന്നു. സൊദോം രാജാവും ഗൊമോറ രാജാവും ഓടിപ്പോയി അവിടെ വീണു. സൊദോം ഗൊമോറ ദേശത്തെ രാജാക്കന്മാർ ആ കുഴികളിൽ വീണതായിട്ടാണ് രേഖപ്പെടുത്തിയിരിക്കുന്നു. വലിയ പരാജയം സംഭവിച്ചു. യുദ്ധം ഒരു തോൽവിയായിട്ട് മാറി. അവര് ലോത്തിനെയും അവൻ്റെ സമ്പത്തിനെയും കൊള്ളയിട്ട് കൊണ്ടുപോയി. നോക്കണേ,
ലോത്തിനെയും കുടുംബത്തെയും അവർ പിടിച്ചുകൊണ്ടുപോയി എന്ന് പറഞ്ഞിരുന്നെങ്കിൽ അതൊരു പ്രത്യേകതയുമില്ലാത്തൊരു കാര്യമാകുമായിരുന്നു. എന്നാൽ ദൈവത്തിൻ്റെ ആത്മാവിടെ പ്രത്യേകം രേഖപ്പെടുത്തിയിരിക്കുന്നു, അവൻ്റെ സമ്പത്തും. നോക്കണേ, അവൻ്റെ സമ്പത്തും അവർ കൊണ്ടുപോയെന്നാണ്. എന്നാൽ അബ്രഹാം ഈ വാർത്ത അറിഞ്ഞപ്പോൾ അബ്രഹാമിന് ഇരിക്കാൻ സാധിക്കുന്നില്ല. തൻ്റെ വീട്ടിൽ അഭ്യാസികളായ 318 പേരുണ്ടായിരുന്നു. അവരെ കൂട്ടിക്കൊണ്ട് ഭാഗമായി ചെന്ന് യുദ്ധം ചെയ്ത് ലോത്തിനെയും അവൻ്റെ സമ്പത്തിനെയും സ്ത്രീകളെയും പിന്നെ ബാക്കി ജനത്തെല്ലാം മടക്കിക്കൊണ്ടുവരികയാണ്. നോക്കൂ, അബ്രഹാമിന് ലോത്തിനോടുള്ള തൻ്റെ സ്നേഹത്തെ പ്രകടിപ്പിക്കുക, ദൈവസ്നേഹം വെളിപ്പെടുത്തി കാണിച്ചു കൊടുക്കാൻ ഒരവസരം കിട്ടിയപ്പോൾ അബ്രഹാം ആ ദൈവസ്നേഹം ലോത്തിന് വെളിപ്പെടുത്തി കൊടുക്കുന്നു. ഞാൻ നിന്നെ ഉപേക്ഷിച്ചിട്ടില്ല, ഞാൻ നിന്നെ മറന്നു കളഞ്ഞില്ല. നിന്റെ കഷ്ടതയുടെ, നിന്റെ പ്രതിസന്ധിയുടെ, നിന്റെ പ്രശ്നത്തിൻ്റെ മധ്യേ ഞാനിതാ വന്നിരിക്കുന്നു നിന്നെ സഹായിക്കാൻ. അബ്രഹാം അത് പറയുന്നില്ല, പക്ഷേ ഈ ചരിത്രത്തിലൂടെ അബ്രഹാം അത് വെളിപ്പെടുത്തി കാണിച്ചു കൊടുക്കുകയാണ്. ഓ, നോക്കണേ, ഒരുപക്ഷെ തമ്മിൽ പിരിഞ്ഞവരായിരിക്കാം, പക്ഷേ അബ്രഹാം എങ്കിലും ലോത്തിനെ സഹായിക്കുക. അബ്രഹാമിന് ചിന്തിക്കാമായിരുന്നു, എന്നെ വിട്ടുപോയതല്ലേ, നല്ലതെന്നും പറഞ്ഞ് തിരഞ്ഞെടുത്ത് പോയതല്ലേ, ഇവൻ ഇങ്ങനെ തന്നെ വേണം. എത്രയോ പേര് അങ്ങനെ ചിന്തിക്കുന്നവരുണ്ട്. മറ്റുള്ളവർക്കൊരു രോഗം വരുമ്പോൾ, കഷ്ടത വരുമ്പോൾ, പ്രതിസന്ധി വരുമ്പോൾ, ദുഃഖം വരുമ്പോൾ, അവരുടെ കുടുംബത്തിൽ പ്രശ്നങ്ങൾ വരുമ്പോൾ മാറി നിന്ന് ചിരിക്കുന്ന, സന്തോഷിക്കുന്ന എത്ര ആളുകളുണ്ട്. എന്നാൽ അബ്രഹാം അങ്ങനെ ചെയ്തില്ല. ആ കണ്ണുനീരിൻ്റെ പ്രതിസന്ധിയുടെ മധ്യേ തൻ്റെ കൂടെ വന്ന ലോത്തിനെ സഹായിക്കാനായിട്ട് മനസ്സ് വയ്ക്കുന്ന ഒരു മനുഷ്യനാണ് അബ്രഹാം. മറ്റൊരു കാര്യത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ വേഗത്തിൽ കൊണ്ടുപോകട്ടെ. 18-ാം അധ്യായം അതിൻ്റെ 22-ാമത്തെ വാക്യം. 18-ാം അധ്യായം അതിൻ്റെ 22-ാമത്തെ വാക്യം ഞാൻ വായിച്ച് കേൾപ്പിക്കാം. അങ്ങനെ ആ പുരുഷന്മാർ അവിടെ നിന്ന് തിരിഞ്ഞ് സോദോമിലേക്ക് പോയി. അബ്രഹാമോ യഹോവയുടെ സന്നിധിയിൽ തന്നെ നിന്നു. അബ്രഹാം അടുത്തി എന്ന് പറഞ്ഞത്, ദുഷ്ടനോടുകൂടെ നീതിമാനെയും നീ സംഹരിക്കുമോ? ദുഷ്ടനോടുകൂടെ നീതിമാനെയും നീ കൊന്നുകളയുമോ? ദൈവദൂതന്മാർ വന്ന് അബ്രഹാമിനോട് പറയുകയാണ്, സൊദോം ഗൊമോറയെ ദൈവം നശിപ്പിക്കും, അതിൻ്റെ പാപം ദൈവസന്നിധിയിലെത്തിയിരിക്കുന്നു. വാക്ക് കേട്ടപ്പോൾ അബ്രഹാമിൻ്റെ ഹൃദയം ഇടിച്ചു. എൻ്റെ സഹോദരൻ്റെ മകൻ ലോത്ത് അവിടെ കുടുംബമായി പാർക്കുന്നു. താൻ നീതിമാനായ ഒരു മനുഷ്യനാണ്. ബാക്കി സൊദോം ഗൊമോരയിലെ മനുഷ്യരെ പോലെ പാപത്തിൽ അകപ്പെട്ട് ജീവിക്കുന്ന ഒരാളല്ല. തൻ്റെ മക്കളെയും നന്നായി വളർത്തുന്നുണ്ട്. പക്ഷെ ജീവിക്കുന്നത് ആ സ്ഥലത്തായിപ്പോയി. നശിച്ചു പോകട്ടെ എന്ന് അബ്രഹാം ചിന്തിച്ചില്ല. എന്നെ വിട്ടുപോയതല്ലേ, ഒരിക്കൽ ഞാൻ അവനെ ശത്രുവിൻ്റെ കരങ്ങളിൽ നിന്ന് രക്ഷിച്ച് അവനെയും അവൻ്റെ സമ്പത്തിനെയും ഒക്കെ തിരിച്ചു കൊണ്ടുവന്നതല്ലേ. ഇനി ഞാൻ എന്ത് ചെയ്യാനാ? അന്നേ ബുദ്ധി പഠിക്കേണ്ടതായിരുന്നു. അവന് ബുദ്ധി വന്നില്ല. അവൻ അവിടെ വിട്ടു പോകേണ്ടതായിരുന്നു. പിന്നെയും അവിടെ തന്നെ താമസിച്ചു. ഇനി ദൈവം എന്താന്ന് വെച്ചാൽ ചെയ്യട്ടെ എന്ന് പറഞ്ഞ് ദൈവത്തിൻ്റെ പ്രവൃത്തിക്ക് വേണ്ടി വിട്ടുകൊടുക്കുകയല്ല അബ്രഹാം ചെയ്യുന്നത്. പിന്നെയോ ദൈവസന്നിധിയിൽ നിൽക്കുകയാണ്, ദൈവത്തോട് യാചിക്കുകയാണ്. അവിടെ 50 നീതിമാന്മാരുണ്ടാക്കി. അത് 40, 30, 20, 10 നോക്കണം. പലവട്ടം ദൈവത്തോട് യാചിക്കുകയാണ്. ദൈവസന്നിധിയിൽ മുഴങ്കാൽ മടക്കി ലോത്തിനും കുടുംബത്തിനും വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു ദൈവദാസൻ.
ഒരുപക്ഷെ ചിലർ നമ്മുടെ ജീവിതത്തിൽ സങ്കടമായിരിക്കും തന്നിട്ടുള്ളത്, നമ്മെ വിട്ടുപോയവരായിരിക്കാം, നമ്മെ വേദനിപ്പിച്ചവരായിരിക്കാം. എങ്കിലും അവരുടെ ഒരു കഷ്ടത വരുമ്പോൾ, ദൈവത്തിൻ്റെ ന്യായവിധി അവരുടെ മേൽ വരുന്നു എന്ന് കാണുമ്പോൾ, അവർക്ക് വേണ്ടി ദൈവസന്നിധിയിൽ ഇടിവിൽ നിൽക്കാൻ കഴിഞ്ഞാൽ എത്ര ഭാഗ്യമാണ്. അവർക്കങ്ങനെ വരട്ടെ എന്ന് ചിന്തിച്ച് സന്തോഷിക്കുകയല്ല വേണ്ടത്. അതൊരു ദൈവ പൈതലിൻ്റെ സ്വഭാവമല്ല. മറിച്ച് ദൈവ പൈതൽ ദൈവസന്നിധിയിൽ അവർക്ക് വേണ്ടി മുഴങ്കാൽ മടക്കുവാൻ മനസ്സുള്ളവനാണ്. അബ്രഹാം ദൈവസന്നിധിയിൽ നിൽക്കുകയാണ്, ദൈവത്തോട് യാചിക്കുകയാണ്, വീണപേക്ഷിക്കുകയാണ്. ഞാൻ ഒരിക്കൽ കൂടി എൻ്റെ ദൈവമേ ഒന്ന് പറഞ്ഞുകൊള്ളട്ടെ എന്ന് അപേക്ഷിക്കുകയാണ്. സ്നേഹിത, ഈ മനോഭാവം എന്നിലും താങ്കളിലും കാണുന്നുണ്ടോ? ഈ നാളുകളിൽ ഉണ്ടായിരുന്നെങ്കിൽ നരകത്തിലേക്ക് പോകുന്ന ചിലർ രക്ഷിക്കപ്പെടുവാനായിട്ട് കാരണമായി തീരുമായിരുന്നു. അങ്ങനെ അനേകർക്ക് വേണ്ടി വരുന്ന നാളുകളിൽ അബ്രഹാമിനെ പോലെ ഇടിവിൽ നിൽക്കുവാൻ ദൈവം താങ്കളെ എന്നെയും സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ദൈവനാമത്തിൽ ഈ സന്ദേശം നിർത്തുന്നു. കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.